നെന്മാറ MLA കെ ബാബുവിനെ ലക്ഷ്യമിട്ട് കോൺഗ്രസ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. കെ ബാബുവുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി. എന്നാൽ അനുകൂല നിലപാട് ഇതുവരെയും ബാബു വ്യക്തമാക്കിയില്ല. നെന്മാറയിൽ ബാബുവിന് ഒരവസരം കൂടി നൽകണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയർന്നിരുന്നുവെങ്കിലും കെ പ്രേമനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രേമനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കെ ബാബുവിന് അതൃപ്തിയുണ്ട്. എന്നാൽ ബാബു കോൺഗ്രസിനൊപ്പം ചേരുമെന്ന് കരുതുന്നില്ലെന്നാണ് LDF സ്ഥാനാർത്ഥി കെ പ്രേമന്റെ പ്രതികരണം. പിന്നെ കഴിഞ്ഞ 10 വർഷക്കാലം MLAയും ഏകദേശം 15 വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജനപ്രതിനിധിയായിരുന്നു. CPMന്റെ നേതാവ് എന്നുള്ള നിലയിലേക്ക് ജനപ്രതിനിധിയായ ആളാണ് സഖാവ് ബാബു. അതുകൊണ്ട് അദ്ദേഹം ഒരു 10-25 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്ന ആൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFനോടൊപ്പം പോകുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം പാർട്ടി ഇത്രയധികം പരിഗണന കൊടുത്ത ഒരാൾ ജില്ലയിലോ സംസ്ഥാനത്തോ ഉണ്ടാവില്ല. 25 വർഷം അധികാരത്തിലൂടെ അല്ലെങ്കിൽ ജനപ്രതിനിധിയായിട്ടൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത് വേറെ ഒരാൾക്കും അങ്ങനെ ഇവിടെ ഞങ്ങളുടെ അറിവിലില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു സാഹസത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമെന്ന ഇതില്ല, വിശ്വാസമില്ല. അതിനെക്കുറിച്ച് അറിയില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും എല്ലാം നന്നായി ആലോചിച്ചെടുത്ത തീരുമാനമാണത്. അതിപ്പോൾ കേവലം ഒരാൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ മാറ്റാൻ ഒരു സാധ്യത ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്തായാലും നെന്മാറയുടെ പോളിറ്റിക്സ് വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ്. നെന്മാറ പൊതുവിൽ ഇടതുപക്ഷത്തിന് ഒരു ഫൈറ്റ്, എതിരാളിൽ നിന്നും കാര്യമായ ഫൈറ്റ് പോലും പ്രതീക്ഷിക്കാത്ത ഇടമായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ഇത്തരമൊരു വിമത നീക്കം ഉണ്ടായാൽ അതുണ്ടാക്കുന്ന വെല്ലുവിളി ചെയ്തതല്ല. അപ്പോൾ ഇടതുമുന്നണിയിലെ അതൃപ്തരെ ലക്ഷ്യമിടുന്നു എന്നതാണ് സാഹചര്യം. ഒരുപക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയാൽ ഈ അതൃപ്തരെ ഒക്കെ ചേർക്കാൻ കൂടി ഒരു അവസരം കൂടി അവർക്ക് കിട്ടുകയാണ്. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി മോഹുകളെ പിന്നോട്ടടിപ്പിക്കുമോ എന്ന മറ്റൊരു വിഷയം കൂടി കോൺഗ്രസിന് മുന്നിൽ ഉണ്ടാവുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറെക്കുറെ ധാരണയായെന്ന് KC വേണുഗോപാൽ പറയുന്നു. എല്ലാം ഭദ്രമാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഒരു അത്ഭുതവുമില്ലെന്നാണ് KC വേണുഗോപാലിന്റെ പ്രതികരണം. എല്ലാം ഭദ്രമാണ്. അല്ല, ആരോപിക്കുന്നവർക്ക് എന്താ എല്ലാം ആരോപിക്കല്ലോ. മണിക്കൂറുകൾക്കുള്ളിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം നിറയാണ്. ഒരു ഓളം ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇത് കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റവും കടുത്ത ആന്റി ഇൻകംബൻസി നേരിടുന്ന ഗവൺമെന്റാണ്. അവർ മിക്കവാറും ആളുകൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.